ഇന്നൊരു ഈവനിങ് സ്റ്റഡി വ്ളോഗ് ആയാലോ. ഇവിടെയാണെങ്കിൽ ഭയങ്കര ചൂട് കാറ്റും ഫുള്ള് ചൂടാണ്. അപ്പോൾ ഇന്ന് എന്തായാലും എനിക്കൊരു 4 മണിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു IDTയുടെ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല പ്രിറ്റി ക്ലിയർ സ്കൈ ആയിരുന്നു. ഇനി ഇത് എൻ്റെ റംബൂട്ടാൻ ഞാൻ വെച്ചതാ, വെറുതെ കാണിച്ചതാ. അതിങ്ങനെ നല്ല രസത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും കുറച്ചും കൂടി സമയമുള്ളതുകൊണ്ട് ഞാൻ മുന്തിരിയുടെ ജ്യൂസ് അടിച്ചു. അത് പച്ചമുന്തിരി എങ്ങനെയാണ് മഞ്ഞ കളർ ജ്യൂസ് ആയതെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. ക്ലാസ് 4 മണിക്ക് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അങ്ങനെ 4:45 വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ എക്സാംസ് ഒക്കെ ആവാറായതുകൊണ്ട് റിവിഷൻ ക്ലാസ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളൊരു ഒപ്പീനിയനുള്ള ആളാണ് ഞാൻ. അതാവുമ്പോൾ നമുക്ക് ഈസിലി ഒക്കെ റിവൈസ് ചെയ്യാൻ പറ്റുമല്ലോ. എനിക്ക് ടാക്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ IDT എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ്. ടാക്സിനേക്കാളും കുറച്ചും കൂടി എളുപ്പം IDT ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അറിവ് പ്രോൻ്റെ ക്ലാസ്സാണ് കാണുന്നത്. അതിൽ ദിലീപ് സാറിൻ്റെ സെഷനാണ് IDTയുടെ. എനിക്ക് അറിവ് പ്രോൻ്റെ ക്ലാസ്സുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളൊരു CS എക്സിക്യൂട്ടീവ് സ്റ്റുഡൻ്റൊക്കെ ആണെങ്കിൽ എന്തായാലും അറിവ് പ്രോൻ്റെ ക്ലാസ്സസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. കാരണം മോസ്റ്റ്ലി ഹിന്ദി ചാനൽസാണ് ഉണ്ടാവല്. ഇത് ഇംഗ്ലീഷിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്ററല്ല നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നുണ്ട്. ഈച്ച് ടോപ്പിക്കും നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നുണ്ട്. 2 ദിവസം മുന്നേ ഒരു സ്റ്റഡി വ്ളോഗ് അപ്ലോഡ് ചെയ്തപ്പോൾ അതിലിങ്ങനെ CS പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ CS എന്ന് പറഞ്ഞാൽ കമ്പനി സെക്രട്ടറിയാണ്, ICSI ആണ് കണ്ടക്ട് ചെയ്യണത്. അപ്പോൾ അതിന് 3 സ്റ്റേജസ് ആണുള്ളത്. CS CET, പിന്നെ എക്സിക്യൂട്ടീവ്, പിന്നെ പ്രൊഫഷണലും ഉണ്ട്. അപ്പോൾ CSWT നമുക്ക് +2 കഴിഞ്ഞിട്ട് എഴുതാം. ഈസിയാണ്, കമ്പാരിറ്റീവ്ലി മോസ്റ്റ് ഈസി CSET ആണ്. പിന്നുള്ളത് എക്സിക്യൂട്ടീവ് ആണ്. അതാണ് ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ ന്യൂ സിലബസ് ആയതുകൊണ്ട് 7 പേപ്പേഴ്സാണുള്ളത്. മോസ്റ്റ്ലി അത് ലോ ആണ്, പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പും കൂടിയാണ്. പിന്നെ ഉള്ളത് ലാസ്റ്റത്തെ പ്രൊഫഷണൽ, അതിൽ 6 പേപ്പേഴ്സും ഇലക്റ്റീവ് പേപ്പേഴ്സും ഉണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ട്രെയിനിങ് കൂടി ഉണ്ടാവും. ആ ഒരു 1 hour കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് പോയിട്ട് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറുപ്പം തൊട്ടേയുള്ള ശീലമാണ് വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാമം ചൊല്ലുക എന്നുള്ളത്. അത് മുടക്കാറില്ല. നന്ദീശ്വര പ്രമദനാഥ മഹേശ്വരായ മന്ദാര പുഷ്പസൂകുചിതായ തസ്മൈമകാരായ നമഃശിവായ. ഇപ്പോഴത്തെ മോസ്റ്റ് ഫേവറേറ്റ് ആണ് കട്ടൻ ചായയും പപ്പടവടിയും കൂടി കുടിക്കുന്നത്. എപ്പോൾ കിട്ടിയാലും ഞാനത് കുടിച്ചുകൊണ്ടിരിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്ത പഠിക്കാനുള്ള നേരമായിട്ടുണ്ട്. അപ്പോൾ പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ആ സ്റ്റിക്കൊന്ന് കത്തിച്ച് വെച്ചു. എന്താണെന്നറിയില്ല, അതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട് അത് കത്തിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ അത് കിട്ടിയതിന് ശേഷം ഞാൻ എപ്പോഴും അത് കത്തിച്ച് വെക്കും. പിന്നെ പഠിക്കാനുള്ള പെന്നും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. പഠിക്കാതിരിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ സാധനങ്ങളും അടുത്ത് തന്നെ എടുത്ത് വെക്കും. ഇല്ലെങ്കിൽ പിന്നെ അത് ഇത് തെരഞ്ഞ് മൈൻഡ് ഫുള്ള് ഇങ്ങനെ വാണ്ടർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിലേക്കും നല്ലത് ഫോക്കസ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിൻ്റെ ചുറ്റോറും ഉള്ളതാണ്. ഇന്നത്തെ ക്ലാസ്സസ് ഒന്നും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്കി കൂടി ഞാൻ കാണാമെന്ന് വിചാരിച്ചു. ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സാറ് പറയണതൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പാടെ ഉണ്ടായേ എന്നുള്ള അവസ്ഥയിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നോട്ട്സ് ഒപ്പം പ്രിപ്പയർ ചെയ്ത് പോകും. ഇതാകുമ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെച്ചെങ്കിൽ അതൊന്ന് വായിച്ച് നോക്കിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ചെയ്തിട്ടുണ്ടെച്ചെങ്കിൽ ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഞാനിങ്ങനെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ എഴുതി വയ്ക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡിഫറെൻറ്റ് പെൻസാണ് യൂസ് ചെയ്യുക. അതാകുമ്പോൾ നോട്ട് നോക്കുമ്പോൾ തന്നെ കുറേ തരത്തിലുള്ള കളേഴ്സും ഒക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ ഓർത്ത് വെക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നാറുണ്ട്. പിന്നെ എൻ്റെ നോട്ട് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ബോക്സസും ഹൈലൈറ്റ്സും സൈഡ് കമൻസും ഒക്കെ ഉണ്ടാവും. അതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് പഠിക്കാനൊരു ഇങ്ങനെ ഒരു ത്വര വരും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോട്ട്സാണ് ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ അറിയാമെങ്കിലും ഈ ക്ലാസ് കാണുന്നതിൻ്റെ ഒപ്പം നോട്ട്സ് കാണുന്നതാണ് ഏറ്റവും ടഫറായിട്ടുള്ളൊരു കാര്യം എന്ന് എനിക്ക് തോന്നലുണ്ട്. കാരണം 2 മണിക്കൂറിൻ്റെ ഒരു ക്ലാസ് ആണെങ്കിൽ അത് നോട്ടും കൂടി ആകുമ്പോൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സമയം എടുക്കും. പിന്നെ ഈ എഴുതാതിരിക്കുമ്പോൾ ഈ കൈ കൊണ്ടുള്ള ആക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യും. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. നോട്ട്സ് എഴുതണില്ലെങ്കിൽ ഞാനിങ്ങനെ കയ്യിലായിരിക്കും ആ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എനിക്കപ്പോൾ കൂടുതൽ ഒന്നും കൂടി ഫോക്കസ് കിട്ടുന്ന മാതിരി തോന്നലുണ്ട്. ഫസ്റ്റ് ഞാൻ ക്ലാസ് കാണും. അത് കഴിഞ്ഞിട്ട് അതൊക്കെ മനസ്സിലായി എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നോട്ട് എഴുതാറുള്ളൂ. അപ്പോൾ പിന്നെ നമുക്കൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് അല്ലേ. അത് നല്ലപോലെ വൃത്തിയിൽ നോട്ട്സ് ഉണ്ടാക്കാനും ഒക്കെ റിവൈസ് ചെയ്യുമ്പോൾ ഈസി ആക്കാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. എത്ര രസമുള്ള പരിപാടിയാണെന്ന് പറഞ്ഞാലും എനിക്ക് ചിലപ്പോഴൊക്കെ ഈ നോട്ട് എഴുതണമെന്ന് നിർത്തിയാലോ എന്നൊക്കെ തോന്നും. അതായത് ഞാൻ ഫസ്റ്റ് ഭയങ്കര ഒരു മോട്ടിവേഷനിലാവും നോട്ട് എഴുതാൻ തുടങ്ങിയിട്ടുണ്ടാവുക. പിന്നെ അത് ഇങ്ങനെ ടൈം കൺസ്യൂം ചെയ്യണത് കാണുമ്പോൾ തോന്നും വേണ്ട, നോട്ടൊന്നും വേണ്ട, സാധാരണ പഠിച്ചാൽ മതി. പിന്നെയും നോട്ട് ആവശ്യമുള്ളതുകൊണ്ട് അതെന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും.
പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും തിന്നാനും കുടിക്കാനും കൂടി വേണമല്ലോ. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ, എനിക്ക് തീരെ ഇഷ്ടമല്ല പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും തിന്നണം കുടിക്കണമൊക്കെ. പക്ഷേ ഇന്ന് പാല് രാവിലെ കുടിക്കുന്നതാണ്, പക്ഷെ അന്ന് ഞാൻ കംപ്ലീറ്റ്ലി അത് മറന്നിട്ടുണ്ടായിരുന്നു രാവിലെ കുടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കുടിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കുടിക്കുന്നതിൽ നിന്ന് എനിക്ക് അമ്മയുടെയൊക്കെ ഒന്ന് ഭയങ്കരമായിട്ട് ചീത്ത ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഡിന്നറിൻ്റെ നേരമായി, ഇനി ഇപ്പോഴാണോ അത് കുടിക്കണമെന്നൊക്കെ ചോദിച്ചിട്ട്. അമ്മ അങ്ങനെയൊക്കെ ഷെഡ്യൂൾഡ് ടൈമിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കുന്ന ഒരാളാണ്. സത്യം പറഞ്ഞാൽ അത് നല്ലതാണ്. എനിക്ക് പലപ്പോഴും അത് അഡാപ്റ്റ് ചെയ്യണമെന്നും തോന്നിയിട്ടുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈമും എനിക്കത് ഭയങ്കര ടയറിങ് ആയിട്ടും കൂടി തോന്നലുണ്ട്. എന്തായാലും ഞാൻ ശ്രമിച്ചു നോക്കും. പക്ഷേ ഡിന്നറൊക്കെ കഴിഞ്ഞപ്പോൾ ഐ തോട്ട് ലൈക്ക് സംതിങ് കാമായിട്ട് എന്തെങ്കിലും കേൾക്കാമെന്ന്. പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ ജേർണലും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ജേർണൽ ഇയേഴ്സായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. മേ ബി മോർ ദാൻ 10 ഇയേഴ്സിൻ്റെ മേലുള്ള ഡയറീസ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എഴുതലില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് മുതൽ എഴുതി വീണ്ടും ട്രാക്കിലേക്ക് വരാമെന്ന് ഞാൻ ഡിറ്റർമൈൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഐ യൂഷ്വലി റൈറ്റ് അബൌട്ട് വാട്ട് എവർ തിങ്സ് ഹാപ്പൻ ദാറ്റ് ഡേ. പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ ആ ദിവസം ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു 3 തിങ്സും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യലുണ്ട്. അതെപ്പോഴും എന്നെ ഭയങ്കര ഗ്രൗണ്ടഡ് ആക്കിയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യലുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡായിട്ട് ഇരിക്കാൻ തുടങ്ങിയതിന് ശേഷം ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചിന്തിച്ചതിനൊക്കെ അപ്പുറം എനിക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതായത് ഞാൻ എൻ്റെ കയ്യിൽ എന്തില്ല എന്നുള്ളതിന് പകരം ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾക്ക് ഞാൻ ഹാപ്പിയായി ഇരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതേപോലെ തന്നെയാണ് ജേണലും. അത് എനിക്ക് അത്രയും ചേഞ്ചസ് എന്നെ ഹെൽപ്പ് ചെയ്യലുണ്ട്. കാരണം എൻ്റെ ഏറ്റവും ടഫ് സിറ്റുവേഷൻസിലടക്കം എനിക്ക് ഒരു കാംനെസ് തരുന്നത് ഈ ജേണലിംഗ് ആണ്. ഇറ്റ്സ് ലൈക്ക് എ ലിറ്റിൽ തെറപ്പി. ഞാൻ എപ്പോഴും എൻ്റെ ജേർണലിൽ എഴുതുന്ന ലാസ്റ്റ് വേർഡ് ഗ്രേറ്റ്ഫുൾ എന്നുള്ളതാണ്. അതും കൂടി എഴുതി കഴിഞ്ഞാൽ ഏകദേശം ഒരു സമാധാനം കിട്ടിയ പോലെയാണ്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ ആ ഒരു ഡേ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.